PSC എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 14. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചാൽ 14 ആർട്ടിക്കിൾ നോട്ട് ചെയ്തോളൂ. 315 മുതൽ 323 വരെയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ UPSCയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ്. ദെൻ UPSC രൂപീകൃതമായത് 1926 ഒക്ടോബർ 1 1926 ഒക്ടോബർ 1 UPSC രൂപീകൃതമാവുന്നത്. അപ്പോൾ ഭാഗം 14 ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1926 ഒക്ടോബർ 1 1924 ലോർഡ് ലീ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് 1926 UPSC രൂപീകൃതമായത്. നോട്ട് ചെയ്യാം, 1924 ലോർഡ് ലീ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് 1926 UPSC രൂപീകൃതമായത്. ദെൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. UPSC ഭരണഘടനാ സ്ഥാപനമാണ്. UPSCയും PSCയും ഒക്കെ എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. UPSCയുടെ ആസ്ഥാനം ധോൽപൂർ ഹൗസ് ന്യൂഡൽഹിയാണ്. UPSCയുടെ ആസ്ഥാനം ധോൽപൂർ ഹൗസ് ന്യൂഡൽഹിയാണ്. ദെൻ UPSCയിലെ അംഗങ്ങളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന കൃത്യമായി പ്രതിപാദിച്ചിട്ടില്ല. 9 മുതൽ 11 വരെയാണ് അംഗങ്ങളാവാം. 9 മുതൽ 11 വരെ അംഗങ്ങളാവാം. അതുപോലെ UPSCയിലെ അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത്, അംഗങ്ങളെ നിയമിക്കുന്നത്, അംഗങ്ങളെ നീക്കം ചെയ്യുന്നത്, UPSCയിലെ അംഗങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, ആക്ടിംഗ് ചെയർമാനെ നിയമിക്കുന്നത്, ഇതൊക്കെ ആരാണ്? രാഷ്ട്രപതിയാണ്. നോട്ട് ചെയ്യുക, UPSCയിലെ അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത്, അതുപോലെ അംഗങ്ങളെ നിയമിക്കുന്നത്, അംഗങ്ങളെ നീക്കം ചെയ്യുന്നത്, UPSC റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, UPSCയുടെ ആക്ടിംഗ് ചെയർമാനെ നിയമിക്കുന്നതും എല്ലാം ആരാണ്? രാഷ്ട്രപതിയാണ്. ദെൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? മെറിറ്റ്, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോട്ട് ചെയ്തോളൂ. മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് UPSC ആണ്. അപ്പം നമ്മൾ പറഞ്ഞത് മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? UPSC ആണ്. മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് UPSC ആണ്. നെക്സ്റ്റ്, UPSCയിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇനി UPSCക്ക് ശമ്പളം എടുക്കുന്നത് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. നെക്സ്റ്റ്, ചെയർമാൻ്റെ കേസിൽ കാലാവധി പൂർത്തിയാക്കിയ UPSC ചെയർമാൻ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥനാകാൻ പിന്നീട് യോഗ്യനല്ല. അതായത് പുനർനിയമനത്തിന് ചെയർമാൻ യോഗ്യനല്ല. അതുപോലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കീഴിൽ ഉദ്യോഗം വഹിക്കുന്നതിനും യോഗ്യനല്ല. നോട്ട് ചെയ്യുക. ഇപ്പോൾ ചെയർമാൻ്റെ കേസിൽ എന്താണ്? കാലാവധി പൂർത്തിയാക്കിയ UPSC ചെയർമാൻ പുനർനിയമനത്തിന് യോഗ്യനല്ല. പിന്നീട് മറ്റ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കീഴിൽ ഉദ്യോഗം വഹിക്കുന്നതിനും യോഗ്യനല്ല. ഇനി എന്നാൽ മറ്റ് അംഗങ്ങൾക്ക് പുനർനിയമനം പാടില്ല, പക്ഷേ ചെയർമാനായിട്ട് മാറാം. എങ്ങനെ? UPSC ചെയർമാനോ അല്ലെങ്കിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനോ ആകാനുള്ള അർഹതയുണ്ട്. അപ്പം അംഗങ്ങൾക്ക് പുനർനിയമനം പാടില്ല, പക്ഷേ UPSC ചെയർമാനോ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനോ ആകാനുള്ള അർഹതയുണ്ട്. അപ്പോൾ UPSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അതുപോലെ ചെയർമാൻ പുനർനിയമനത്തിന് യോഗ്യനല്ല. നോട്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് UPSCയുടെ ചുമതലകളാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് ചുമതല എന്ന് പറയുന്നത് ജോയിൻറ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ വേണ്ടി സംസ്ഥാനങ്ങളെ സഹായിക്കുക. അതുപോലെ എന്താണ്? ജോയിൻറ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ വേണ്ടി സംസ്ഥാനങ്ങളെ സഹായിക്കുക. അതുപോലെ സിവിൽ തസ്തികകളിലേക്കുള്ള ഉത്തരവാദിത്വമൊക്കെ UPSCയുടേതാണ്.
അതുപോലെ ഒരു സർവീസിൽ നിന്ന് മറ്റൊരു സർവീസിലേക്കുള്ള പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഒരു സർവീസിൽ നിന്ന് മറ്റൊരു സർവീസിലേക്കുള്ള പ്രൊമോഷനായി ബന്ധപ്പെട്ടതും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത് ആരാണ്? UPSC ആണ്. അതുപോലെ സേവനകാലത്ത് പരിക്ക് പറ്റുമ്പോഴും അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതും പെൻഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നതും UPSC ആണ്. അതുപോലെ റിട്ടയേർഡ് ആളുകളുടെ വിരമിച്ച ആളുകളുടെ സേവന വിപുലീകരണം, അവരുടെ പുനർനിയമനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ UPSC ആണ് തീരുമാനമെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ചുമതലകളാണ്. ജോയിൻറ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ സംസ്ഥാനങ്ങളെ സഹായിക്കുക. സിവിൽ സർവീസ് തസ്തികകളിലേക്കുള്ള ഉത്തരവാദിത്തം UPSCയുടേതാണ്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് UPSCയുടെ ആദ്യ ചെയർമാനാണ്. UPSCയുടെ ആദ്യ ചെയർമാൻ ആരാണ്? സർ റോസ് ബാർക്കർ. സർ റോസ് ബാർക്കറാണ് UPSCയുടെ ആദ്യ ചെയർമാൻ. അതുപോലെ UPSC ചെയർമാനായിട്ട് നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ചോദിക്കാം, ആരാണ്? HK കൃപലാനിയാണ്. HK കൃപലാനിയാണ് UPSCയുടെ ചെയർമാനായിട്ട് നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ. UPSC അംഗമാകുന്ന ആദ്യ മലയാളി ആരാണ്? KG അടിയോടിയാണ്. KG അടിയോടിയാണ് UPSC അംഗമാകുന്ന ആദ്യ മലയാളി. നിലവിലെ UPSC ചെയർമാൻ ഡോക്ടർ അജയ് കുമാറാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ആർട്ടിക്കിൾ 315 ആണ്. ആർട്ടിക്കിൾ 315 എന്താണ് പറയുന്നത്? യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സിന് PSC വേണമെന്ന്, യൂണിയനും സ്റ്റേറ്റ്സിനും PSC വേണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 315. യൂണിയന് UPSCയും സ്റ്റേറ്റിന് സ്റ്റേറ്റ് PSC വേണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 315. അതുപോലെ ആർട്ടിക്കിൾ 316 PSCയിലെ അംഗങ്ങളുടെ നിയമനവും ഉദ്യോഗ കാലാവധിയും കുറിച്ചും പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 316 നോട്ട് ചെയ്യുക. PSCയിലെ അംഗങ്ങളുടെ നിയമനവും ഉദ്യോഗ കാലാവധിയുമാണ് ആർട്ടിക്കിൾ 316. ദെൻ 317 കമ്മീഷനിലെ ഒരംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 317. നെക്സ്റ്റ് ആർട്ടിക്കിൾ 318. ആർട്ടിക്കിൾ 318 കമ്മീഷൻ്റെ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും സേവന വ്യവസ്ഥ, കമ്മീഷനിലെ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും സേവന വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 318 നെക്സ്റ്റ് ആർട്ടിക്കിൾ 319. ആർട്ടിക്കിൾ 319 കാലാവധിക്ക് ശേഷം അവർ മറ്റ് ഉദ്യോഗങ്ങൾ വഹിക്കുന്നത് നിരോധിച്ചു കൊണ്ടുള്ളതാണ് ആർട്ടിക്കിൾ 319. കാലാവധി പൂർത്തിയാക്കിയ ശേഷം അവർ മറ്റ് ഉദ്യോഗങ്ങൾ വഹിക്കുന്നത് നിരോധിച്ചു കൊണ്ടുള്ളതാണ് ആർട്ടിക്കിൾ 319. ഇനി ആർട്ടിക്കിൾ 320. നെക്സ്റ്റ് ആർട്ടിക്കിൾ 320 നമ്മൾ പറഞ്ഞു PSCയുടെ ചുമതലകളാണ്. 321 ആർട്ടിക്കിൾ 321 ചുമതലകളെ വ്യാപിപ്പിക്കുന്നതിനുള്ള അധികാരം ആണ് ആർട്ടിക്കിൾ 321. ആർട്ടിക്കിൾ 322 PSCയുടെ ചെലവുകളാണ്. ആർട്ടിക്കിൾ 323 നെക്സ്റ്റ് ആർട്ടിക്കിൾ 323 PSC റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് 323. PSC റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 323. അപ്പോൾ നമ്മൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണെന്ന് പറഞ്ഞു. ഓരോ ആർട്ടിക്കിൾസും കൃത്യമായിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും